ആദികേശവൻ 2019 പീയൂഷ് ഗോയൽ ഇതേപോലെ ഇന്റരിം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് 6000 രൂപയാണ് ഒരു വർഷം കർഷകർക്ക് നേരിട്ട് കൈപ്പറ്റാവുന്ന രീതിയിൽ ആദ്യ ഗഡു തെരഞ്ഞെടുപ്പിന് മുൻപ് അനുവദിച്ചുകൊണ്ട് ഒരു അപ്രതീക്ഷിത നീക്കം നടത്തിയത്. അന്ന് ഇന്ത്യൻ ബഡ്ജറ്റ് ആണെങ്കിലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഈ കിസാൻ നിധി. ഇന്നിപ്പോൾ അത്തരത്തിലുള്ള യാതൊരു നീക്കങ്ങൾക്കും സർക്കാർ ശ്രമിച്ചില്ല. ഇന്ത്യൻ ബഡ്ജറ്റാണ്, സമ്പൂർണ്ണ ബഡ്ജറ്റ് തങ്ങൾ തന്നെ അവതരിപ്പിക്കുമെന്ന ആത്മവിശ്വാസം നിർമ്മലാ സീതാരാമൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 11.1 ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ തവണ അനുവദിച്ചതിൽ നിന്നും 11% ഉയർന്ന വർധനവുമാണ്. ഈ ബഡ്ജറ്റിനെ താങ്കൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ടാക്സിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്താതെ ഒരു ഇന്ത്യൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു പോവുകയായിരുന്നു എന്നാണോ താങ്കൾ വിലയിരുത്തുന്നത്? അരുൺ, ഇന്ന് ധനമന്ത്രി ബഡ്ജറ്റ് അവതരണം തുടങ്ങിയപ്പോഴും അവരത് പൂർത്തീകരിച്ചപ്പോഴും 1 മണിക്കൂറിനകം തന്നെ ബഡ്ജറ്റ് അവതരണം നടത്തി. ആ ടോണിലുണ്ടായിരുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം എല്ലാവരും ശ്രദ്ധിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ആത്മവിശ്വാസം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് മാറ്റി നിർത്തിയാൽ പോലും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 2019 ഗവൺമെൻറ്റിനെക്കാളും കുറച്ചുകൂടി സുദൃഢമായ സാമ്പത്തിക പാതയിൽ നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിനെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക. കഴിഞ്ഞ 4 വർഷത്തെ കണക്കുകൾ ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഈ ചർച്ചകളൊക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് ടാക്സ് കളക്ഷൻ്റെ എഫിഷ്യൻസി മാത്രം ഒന്ന് നോക്കി. അതായത് കഴിഞ്ഞ 2021-22 കേന്ദ്ര സർക്കാർ പറഞ്ഞത് 15,40,000 കോടി ബഡ്ജറ്റ് എസ്റ്റിമേറ്റഡ് കളക്ഷൻ ഓഫ് ടാക്സസ് ആയിരുന്നെങ്കിൽ ശരിക്കും പിരിച്ചെടുത്തത് ആക്ച്വൽസ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് 18 ലക്ഷം കോടി. 2022-23 ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞ ടാക്സ് റവന്യൂ എസ്റ്റിമേറ്റഡ് 19,34,000 കോടി ആയിരുന്നെങ്കിൽ ശരിക്കും പിരിഞ്ഞു കിട്ടിയത് 21 ലക്ഷം. 22-23 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് 20,86,000, കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ 22 ലക്ഷം. ഈ പ്രാവശ്യവും 23,30,000 കോടിയായിരുന്നു ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഡയറക്റ്റ് ടാക്സസും പിന്നെ ഇൻഡയറക്റ്റ് ടാക്സസും ഒക്കെ കൂടിയിട്ട് ഏകദേശം ഈ കണക്കിലുള്ള വിഭവ സമാഹരണം സർക്കാരിന് നടത്താൻ സാധിക്കുന്നതിനെയാണ്. ഏറ്റവും നല്ല ഉദാഹരണം ഇന്നലെ വന്ന GST കളക്ഷൻ്റെ ഫിഗറാണ് 1,00,000. അപ്പോൾ ആത്മവിശ്വാസം എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയിൽ ബഡ്ജറ്റിൻ്റെ ഫിഗേഴ്സ്, അതായത് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു വർഷത്തേക്ക് പ്രൊജക്ഷനാണല്ലോ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, പ്രൊജക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ്. ആ കൃത്യമായിട്ട് അത് 3-4 വർഷമായിട്ട് അവർ പ്രതീക്ഷിക്കുന്ന വിഭവ സമാഹരണം നടത്താനും അതേപോലെ തന്നെ കടത്തിൻ്റെ തോത് അവർ ഉദ്ദേശിച്ച രീതിയിൽ നിർത്താനും ഫിസ്ക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി ഉദ്ദേശിച്ച തോതിലും താഴെ പിടിച്ചു നിർത്താനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ധനവിഭവ സമാഹരണത്തിൻ്റെ കെൽപ്പിനെയോ കഴിവിനെയോ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിനോടൊപ്പം മിക്കവാറും ക്ഷേമ പരിപാടികൾക്ക് വേണ്ടി നീക്കിയിരുത്തിയ തുകകൾ ചെലവാക്കാനും സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുമാനത്തിൽ സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു സ്ഥിതിവിശേഷമുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രതിഫലനമാണ് ഇന്നത്തെ ബഡ്ജറ്റ് അവതരണത്തോടുകൂടി കാണുവാൻ സാധിക്കുന്നത്.